നമസ്കാരം മക്കളെ, ശ്രുത ടീച്ചറാണ്. എന്ത് തന്നെയായാലും മലയാളം ഫസ്റ്റിന്റെ എക്സാം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ടീച്ചർ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ കുറേ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ നോക്കി ഏത് പാറ്റേൺ ആയിരിക്കും, എങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളം സെക്കൻഡിന്റെ പരീക്ഷ നമുക്ക് മുന്നിലുണ്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ പരീക്ഷ അല്ലെ. നമുക്കിത് അടിച്ചു പൊളിക്കണം. സോ എന്നെ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമുക്ക് കമന്റ് ഒക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യം, തക്കാഹാഷിയുടെ ഡയറി. അപ്പോൾ ആരായിരുന്നു തക്കാഹാഷി? അറിയണ്ടേ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം. ചോമോയിലെ കായികമേള എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പാഠമുണ്ട്. ഏതായിരുന്നു ആ പാഠം എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ടോട്ടോ ചാനെ പറ്റി അല്ലെ, തെത്സുഗോ കുറയോനാക്കി എഴുതിയ ടോമോയിലെ കായികമേളയിലെ അല്ലെ, ആ കായികമേള സംഘടിപ്പിക്കുന്നത് ആരായിരുന്നു? നമ്മുടെ കൊബായാഷി മാസ്റ്റർ ആയിരുന്നു. അതിലെല്ലാത്തിലും വിജയിക്കുന്നത് ആരായിരുന്നു? നമ്മുടെ തക്കാഹാഷി ആയിരുന്നു അല്ലെ. അപ്പൊ തക്കാഹാഷിക്ക് സമ്മാനമാവുന്നത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അസൂയയോടെ കുശുമ്പോട് കൂടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ, അവരെക്കാട്ടൊക്കെ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു തക്കാഹാഷി. അപ്പോൾ ഒന്നിനും അവന് സമ്മാനം കിട്ടുന്ന ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ തക്കാഹാഷി അത് നേടി അല്ലെ. ആ ദിവസം അവന്റെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനു മുൻപായിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഓണമൊക്കെ വരെയല്ലേ. അപ്പൊ നമ്മുടെ സൈലത്തില് നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുണ്ട്. എന്താണ് എന്ന് വെച്ചാല്, നമ്മുടെ സൈലത്തിന്റെ പൃഥ്വി ബാച്ചിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. മിടുക്കരാണ് നിങ്ങൾ അല്ലെ, എല്ലാവർക്കും അറിയാം. ഇതാണ് പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ പൃഥ്വി ബാച്ചിലേക്കുള്ള ഓഫർ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓണം ഓഫർ ഉണ്ട്. അപ്പോൾ ഓണം ഓഫർ 10% ഓഫർ ആണ് അല്ലെ. അപ്പൊ അടിപൊളി ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള ഒരു അടിപൊളി ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്മിഷനൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സ്കീമുകളാണ് ഇതിലുള്ളത്. ബേസ് പ്ലാനും പിന്നെ ഒന്ന് ഇൻഫിനിറ്റി പ്ലാനും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്ലാന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ പേൾ വീഡിയോസ് ഒക്കെയുള്ള ഒരു അടിപൊളി ബാച്ചാണ്. ഞാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഓഗസ്റ്റ് 31 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു സ്മാർട്ട് വാച്ചും ബാഗും ഗിവ് അവേ ആയിട്ട് കിട്ടാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ. എന്താണ്, 5 ലക്കി വിന്നേഴ്സിനെ നമ്മളെ സൈലം സെലക്ട് ചെയ്യും ഇതിൽ ജോയിൻ ചെയ്യുന്ന. അപ്പൊ അവർക്ക് ഈ ഒരു വാച്ചും ബാഗും ലഭ്യമാണ് കേട്ടോ. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് പോവട്ടെ. യെസ്, അപ്പൊ ചോദ്യം ഇതായിരുന്നു, തക്കാഹാഷിയുടെ ഡയറി. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് വേണം? ഉറപ്പായിട്ടും തീയതി എഴുതണ്ടേ? ഉറപ്പായിട്ടും നമുക്ക് തീയതി എഴുതണം അല്ലെ. തീയതി വേണ്ടേ? യെസ്, തീയതി എഴുതേണ്ടതാണ്. അതുപോലെ ദിവസവും എഴുതേണ്ടതാണ്. ഞാൻ എന്താണ് ഈ 1990 എന്നൊക്കെ കൊടുത്തെന്നറിയോ? എന്തായാലും ഇപ്പൊ ഒന്നും ജനിച്ച ആളല്ല തക്കാഹാഷി. കുറേ മുമ്പുള്ള ഒരു സ്കൂളിലെ കഥയാണ് അല്ലെ ഇവിടെ പറയുന്നത്. ടോട്ടോച്ചാന്റെ പഠിച്ച സ്കൂളിലെ കഥ. എന്നിട്ട് ടോട്ടോച്ചാൻ പിന്നീട് അത് വലുതായപ്പോൾ സ്വന്തം കഥയാക്കി എഴുതി. അതിലെ കഥാപാത്രമാണ് തക്കാഹാഷി അല്ലെ. ഇന്നത്തെ ദിവസം ആദ്യം ഇത് എഴുതണേ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാണ്. സ്കൂളിൽ കായികമേള നടന്നു. നിരവധി ഇനങ്ങളിൽ ഞാൻ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം എനിക്ക് സമ്മാനം ലഭിച്ചു. എൻ്റെ ഈ കുഞ്ഞു ശരീരം വെച്ച് സമ്മാനം നേടാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. സമ്മാനദാന ചടങ്ങിൽ കൊബായാഷി മാസ്റ്റർ എനിക്ക് പച്ചക്കറികൾ സമ്മാനമായി തന്നു. കൂട്ടുകാരും അധ്യാപകരും എന്നെ അഭിനന്ദിച്ചു. മാതാപിതാക്കൾക്കും വളരെ സന്തോഷമായി. ഈ വിജയം എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ഇനിയും നന്നായി പരിശീലിച്ച് കൂടുതൽ വിജയം നേടാണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ തക്കാഹാഷി അന്നത്തെ സന്തോഷ നിമിഷം പങ്കുവെക്കുകയാണ്. തനിക്ക് നേടാൻ കഴിയില്ല എന്നുള്ളൊരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവൻ നേടി അല്ലേ. തക്കാഹാഷി നേടി. അതാണ് ഇവിടെ പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. തക്കാഹാഷിയുടെ ഡയറി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഇതിലൊന്നും സമ്മാനം കിട്ടാത്ത വേറെ ഏതെങ്കിലും കുട്ടീനെ പറ്റിയാണെങ്കിൽ അങ്ങനെ. ഇനി നമുക്ക് മറ്റൊരു ഡയറി ഉണ്ട്. ആരാണ്? മഞ്ഞക്കിളി അല്ലേ. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന കഥയില് മഞ്ഞക്കിളി പറയുന്ന അല്ലെ, മഞ്ഞക്കിളിയുടെ ആ ദിവസം ഒരു ഡയറി ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ അതും നിങ്ങൾക്ക് എഴുതാലോ അല്ലെ.
യെസ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ മാരത്തോണിൽ വരുന്നുണ്ട്. മറക്കരുത്, 19-ാം തീയതി കൃത്യം 5:30 മാരത്തോൺ. അതുപോലെ തന്നെ രാവിലെ 6:30 മോർണിംഗ് ബൂസ്റ്റർ. എല്ലാത്തിനും ഞാൻ നിങ്ങളെ സെറ്റാക്കി തരാനായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഗിവ് അവേയുടെ ഓഫർ ഒന്നും മറന്നു പോരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം Xylem Learning. ബൈ.